ഗായ്സ്, നാൻസി പുതിയതായിട്ട് വാങ്ങിച്ച പാവാടയാണ് ഇട്ടേക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പാവാടയാട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇത് എത്ര രൂപ പാവാടയ്ക്ക്? വില ഒരു 400-നടുത്ത് വരും. നല്ല പർപ്പിൾ കളറിൽ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന പാവാടയാട്ടോ. ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ ഇതിൻ്റെ താഴത്ത് കിടപ്പുണ്ട്. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങി ഉപയോഗിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം വയററിയാത്തവർ വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? ലൈനിങ് മേടിക്കാൻ. ലൈനിങ്ങിന്റെ കുറച്ചധികം ലൈനിങ് മേടിക്കാനുണ്ട്. അപ്പൊ ലൈനിങ്ങിന്റെ സ്വാച്ച് നമ്മൾ ഇത്രയും തുണിയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് 2-3 കവർ തുണിയും കൊണ്ട് താങ്ങിക്കൊണ്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനെ സ്വാച്ച് കുട്ടി സ്വാച്ച് നമ്മൾ ഈ പെട്ടിക്കകത്താക്കി കൊണ്ടുപോവാണ്. ഇതൊന്നും എടുത്ത് വെക്കല്ലേ, ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. ചേച്ചി ഈ ക്രേപ്പ് ഉണ്ട്, അത് ഈ ക്രേപ്പ് ഇത് വേണം. 3 ഇത് 2.5. ഒരു 300 രൂപ ആയിരുന്നപ്പോഴും ഞാൻ വാങ്ങിയത്. അത് വേണ്ട, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാ ഇഷ്ടപ്പെട്ടതിന് നല്ല വില, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ബ്രൈറ്റ് കളറിൽ ഹക്കോപ്പെട്ട തുണി കണ്ടപ്പോൾ വെറുതെ എടുത്തൊന്ന് നോക്കിയതാണ്. ഡിപ്പിട്ടേക്കുന്ന ടോപ്പും ഈ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ഇതാണ് നമ്മുടെ വൈക്കം സ്വപ്ന ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കിയതാട്ടോ. നമ്മുടെ ലൈനിങ് ഒക്കെ മുറിക്കണ സമയത്ത് വെറുതെ നോക്കിയപ്പോൾ ഈ ടോപ്പിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാനൊരു ഭംഗിയുണ്ട്. 700 സംതിങ് വില വരും. അതിന് 2 കളർ കിട്ടി കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഇച്ചിരി ലൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇട്ടിട്ട് നമുക്ക് ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയട്ടോ. ഭംഗിയുണ്ട്, എന്നാലും എടുക്കാൻ മാത്രം അത്ര ഒരു രസമായിട്ട് തോന്നാഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇതാണ് 2ാമത്തെ നിറം. ഇതാണ് ഒന്നും കൂടി ഭംഗി. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കടയിൽ നിന്ന് ഇറങ്ങി ഒരു മാംഗോ ഷേക്കും കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പം അത്രയേ ഉള്ളൂ.